നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ മലയാളം ചാനലുകളുടെ റേറ്റിംഗ് കുറഞ്ഞിരിക്കുന്നു അത്രേ. തീർച്ചയായിട്ടും കുറയുമല്ലോ. കാരണം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മാധ്യമ അജണ്ടകളുമൊക്കെയാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള സത്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ജനത്തിന് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെയുണ്ട്. എന്തൊക്കെയാണ് വാർത്തകളുടെ എല്ലാ വശങ്ങളും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പണ്ട് അന്ധൻ ആനയെ കണ്ടതുപോലെ ആയിരുന്നു വാർത്ത കാണാൻ. ഇപ്പോൾ എല്ലാ വശത്തു നിന്നും കാണാൻ, എല്ലാ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് കാണാനുള്ള അത്രയുമേറെ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെയും ഉള്ളതുകൊണ്ട് ഈ മാധ്യമ അജണ്ടകൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ ആ ഒരു ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയുള്ള ചാനലുകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് ജനം തീരുമാനിച്ചാൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, 24-ലെ ഒരു മാധ്യമപ്രവർത്തകൻ ഹാഷ്മി നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛനെ പറഞ്ഞിരിക്കുന്നത് മണ്ണാങ്കട്ട എന്നാണ്. മലപ്പുറത്തെ മണ്ണാങ്കട്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ജയസൂര്യ പറയുകയായിരുന്നു, ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മലപ്പുറവും കേരളവും ഒരു പാകിസ്ഥാനായി പരിണമിച്ചിരിക്കുന്നു എന്ന് ജയസൂര്യ പറയുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്മി ഒരുപാട് പ്രതിരോധിച്ചു. അപ്പോൾ ജയസൂര്യ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് മലപ്പുറത്ത് അത് സ്ഥാപിക്കാൻ കഴിയുന്നില്ല? അപ്പോഴാണ് രോഷാകുലനായി ഹാഷ്മി പറയുന്നത് മലപ്പുറത്തെ മണ്ണാങ്കട്ട എന്ന്. ആരാണ് ഈ മണ്ണാങ്കട്ട? എഴുത്തച്ഛനാണോ മണ്ണാങ്കട്ട? ഈ മലയാളിക്ക് 51 അക്ഷരങ്ങളും രാമായണവും മഹാഭാരതവും ദേവി മഹാത്മ്യവും ഒക്കെ ഭക്തിസാന്ദ്രമായ സന്ധ്യാവേളകളും പ്രഭാതവേളകളും ഒക്കെ ആക്കി നമുക്ക് ഭക്തിസാന്ദ്രമാക്കാൻ തന്ന ഈ മലയാള ഭാഷയെ ഇത്രയേറെ പരിപോഷിപ്പിച്ച എഴുത്തച്ഛനാണോ ഈ ഹാഷ്മിയുടെ മണ്ണാങ്കട്ട? എന്തുകൊണ്ടാണ് ഇത്രയേറെ ധൈര്യം? ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിലെ ആൾക്കാരെ പറ്റി ഇവരിത് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും, അത് ബഹുദൈവ ആരാധനയല്ല, ഏകശിലാത്മകമായ ദൈവമാണ്. ഇന്നാളൊരു ഇടതുപക്ഷ പ്രവർത്തകൻ ഒരു യുക്തിവാദിയോട് പറയുന്നത് കേട്ടു, നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് ബഹുദൈവ ആരാധനയല്ല, അവരുടെ ദൈവത്തെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബഹുദൈവ ആരാധകർ ചെയ്യുന്ന തെറ്റെന്താണ് ഇവരോട്? ഈ ബഹുദൈവ ആരാധകരുടെ ദൈവത്തെ മിത്താണെന്നും മറ്റു പലതും ഇപ്പോ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു സനാതനം അശ്ലീലമാണ് എന്ന്. ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ ഒരു കുട്ടി നേതാവ് പറഞ്ഞ അതേ വാചകങ്ങൾ എടുത്തുകൊണ്ടുവന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഒക്കെ പ്രയോഗിക്കുന്നത്. ഈ സനാതനം അശ്ലീലമാണ് എന്ന് പറയാനും മാത്രം എന്താണ് ഹൈന്ദവരോടുള്ള വിരോധം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഹിന്ദു വോട്ടുകൾ കൊണ്ട് ജയിച്ച് അധികാര കസേരയിലെത്തി ദേവസ്വം ബോർഡുകൾ ഭരിച്ച് ഇഷ്ടം പോലെ പണം സ്വന്തം കീശയിലും പാർട്ടിക്കാരുടെ കീശയിലും പാർട്ടി വളർത്താനും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടും ഇവർക്ക് എന്താണ് ഹൈന്ദവതയോട് ഇത്രയേറെ വിരോധം? ഇപ്പോൾ നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളും ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സർക്കാരുകളോടും അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം മാത്രം അതിനോട് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അവിടെ അഖാഡകൾ സ്വന്തം നിലയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളിൽ നിന്നൊക്കെ പണപ്പിരിവ് നടത്തി അവിടെ ചില അഖാഡകളാണ് മലയാളികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനോട് പ്രതികരിച്ചിട്ടേയില്ല. കാരണം ഈ സംസ്ഥാനത്തിൽ നിന്ന് പോകുന്ന കുംഭമേളയ്ക്ക് പോകുന്ന മലയാളിക്ക് യാതൊരു സൗകര്യവും വേണ്ട. അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ ഹിന്ദുവാണ്. മറ്റേതെങ്കിലും മതത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഇതായിരിക്കുമോ സർക്കാർ ചെയ്യുക? നമ്മുടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആരാണ്? അതിൽ നിന്ന് കിട്ടുന്ന പണത്തിന്റെ സത്യസന്ധമായ ഒരു ചിത്രം ഇന്നും ഹിന്ദുവിനില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടും ഹിന്ദുവോട് ഇപ്പോൾ ഈ കുംഭമേളയുടെ തന്നെ നോക്കൂ,
അതേപോലെ തന്നെ ഈ സനാതനം അശ്ലീലമാണെന്ന പരാമർശം, ഈ എഴുത്തച്ഛനെ കൊണ്ട് മലപ്പുറത്ത് ഉള്ളത് മണ്ണാങ്കട്ടയാണെന്ന പരാമർശം, ഇതൊക്കെയും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇതൊക്കെയും നിരീക്ഷകർ പറയുന്നത് പോലെ ഹിന്ദു ഒരു വോട്ട് ബാങ്ക് അല്ല. വോട്ട് ബാങ്കുകൾ മാത്രമേ മാധ്യമങ്ങൾക്കായാലും രാഷ്ട്രീയക്കാർക്കായാലും ഭയമുള്ളൂ. അവരെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഈ ജാതിയും ജാതിപരമായി പറഞ്ഞും വർഗീയത എടുത്ത് പ്രയോഗിച്ചും ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതേപോലെ കോൺഗ്രസ്സുകാരും ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുമായി സഖ്യത്തിലാണ്, എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൂടാ, കോൺഗ്രസിന് കിട്ടിക്കൂടാ. അതുപോലെ SDPIയും ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്താണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ നായാടി മുതൽ നസ്രാണി വരെയുള്ള സഖ്യം എത്രമാത്രം അത്യാവശ്യമാണ് എന്നുള്ളതിലേക്കാണ്. കാരണം മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞത് ഇപ്പോൾ നസ്രാണി കൂടി വന്നു ചേർന്നിരിക്കുന്നു. കാരണം ഈ അവിലും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങുന്ന ആ വിഭാഗത്തിലേക്ക്, ആ ജനസംഖ്യാപരമായി താഴ്ന്നു പോകുന്ന ദുർബലമായ വിഭാഗത്തിലേക്ക് നസ്രാണി കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ സഖ്യം വളരെ ഇപ്പോൾ കാലാനുസൃതമായിരിക്കുകയാണ് എന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. നോക്കൂ, ഈ മാധ്യമങ്ങൾ, കശ്മീരിലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ട്, അത് നമ്മോട് പറഞ്ഞു? തീർച്ചയായും ഇല്ല. അതവർ ചർച്ചയ്ക്ക് എടുക്കുകയില്ല. കാരണം അവിടെ അവർ ഈ കോൺഗ്രസ്, ഇവിടെ ദളിതൻ, OBC, ST എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കോൺഗ്രസ്, അവിടെ STക്കും OBCക്കും സംവരണം കിട്ടുന്നതിന് എതിരായിട്ടാണ് കലാപം നടത്തുന്നത്, സമരം നടത്തുന്നത്. ആ ഒരു അജണ്ട, ആ ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഈ മാധ്യമങ്ങൾ കൊണ്ടുവരികയില്ല. മണിപ്പൂരിൽ ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് അപ്പം മാധ്യമങ്ങൾ പറയും അതാ അവിടെ ഹിന്ദുക്കൾ വർഗീയ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന്. അവിടെ വംശീയ കലാപങ്ങളാണ് കാലങ്ങളായിട്ട് നടക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് തീർച്ചയായും അറിയാം. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ പല കാഴ്ചപ്പാടുകളിൽ ഈ വംശീയ കലാപങ്ങളെ വിശദീകരിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്, യുക്തിവാദികളുണ്ട്. ഇത് മാത്രം നിഷ്പക്ഷമായി പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുടെ ആ കാഴ്ചപ്പാട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഈ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ കള്ളത്തരം എഴുന്നള്ളിക്കുന്നവർ പറയുക മണിപ്പൂരിൽ ഹൈന്ദവ വർഗീയത, ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു, വംശീയ കലാപമാണ്, വംശഹത്യ ചെയ്യുന്നു എന്ന്. പക്ഷെ അവിടെ പള്ളികളും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒക്കെയും നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ വാർത്ത എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയയുടെ പല പ്ലാറ്റ്ഫോമുകളും നമ്മിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമ അജണ്ടകൾ വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം കൊണ്ടാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കുറയുന്നത്. തീർച്ചയായും അത് ഹൈന്ദവ വിരുദ്ധമായി തീർന്നിരിക്കുന്നത് ഹൈന്ദവത ഒന്നിച്ചു നിൽക്കാത്തത് കൊണ്ടാണ്, നമ്മൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ മോദിജി പറഞ്ഞതുപോലെ ഏക് ഹേ തോ സേഫ് ഹേ, നായാടി മുതൽ നസ്രാണി വരെ കേരളത്തിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇതാണ് നമ്മൾ അവസാനം കേൾക്കേണ്ടി വരിക, വെറും ഒരു മണ്ണാങ്കട്ടയുടെ വിലയെ നമുക്കുള്ളൂ എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റ് വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുതാ മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കിത് തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട്
മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.